പോപ്കോൺ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കും. പക്ഷേ ഞങ്ങളിതുവരെ വീട്ടിൽ ചെയ്തിട്ടില്ല, അത് അറിയില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിതൊരു കുഞ്ഞു പാത്രത്തിൽ 1/4 ഭാഗം ഡ്രൈഡ് കോൺ എടുത്ത് കുക്കറിലിട്ട്, ഇനി അടുത്ത് നമുക്ക് സ്വല്പം ഉപ്പ്, എല്ലാ കോണിലും പിടിച്ച് ഫ്രൈ ആയി വരുമ്പം പിടിച്ച് കിട്ടാൻ വേണ്ടി സ്വല്പം ഉപ്പ്, ഒരു ലേശം ഏകദേശം ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കോൺ എടുത്ത അതേ പാത്രത്തിൽ അതേ അളവിൽ തന്നെ ഓയിൽ പറഞ്ഞാൽ ബട്ടർ, ഗീ, വെജിറ്റബിൾ ഓയിൽ, നമ്മുടെ കോക്കനട്ട് ഓയിൽ ഏറ്റവും ബെസ്റ്റാണ്. ഏത് ഓയിലും നമുക്ക് ഉണ്ടാക്കാമേ. ഇങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ആക്കി വെച്ച് നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്ത് നമ്മളതിലേക്ക് കുക്കർ വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ കുക്കർ ചൂടാകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, അതിൻ്റെ അടപ്പങ്ങ് അടയ്ക്കുക. നമ്മൾക്ക് വിസിലൊന്നും വരേണ്ട കാര്യമില്ല, അതുകൊണ്ട് വെയിറ്റ് ഒന്നും വയ്ക്കേണ്ട. അങ്ങനെ വെറുതെ അടപ്പടച്ച് ഒരു മിനിറ്റ് അല്ലെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ടപ്പ് ഇത് പൊട്ടി മേലെ വരുന്ന ഒരു സൗണ്ട് കേൾക്കും. നന്നായി അകത്തുനിന്നുള്ള ആ പൊട്ടൽ കേൾക്കുമ്പോൾ നമ്മൾ സിമ്മിലിട്ട് വെച്ചാൽ മതിയേ. പൊട്ടലിൻ്റെ മുഴുവൻ സൗണ്ട് നിന്ന് അനക്കമൊന്നുമില്ലെന്ന് കാണുമ്പോൾ പെട്ടെന്ന് സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്ത ഉടൻ തന്നെ നമുക്കതിൻ്റെ അടപ്പ് തുറന്ന് നമുക്ക് കോണെടുത്ത് ആറാൻ വെച്ചിട്ട് ആറിച്ച് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ തന്നെ പാത്രത്തിലിട്ട് എടുത്ത് കഴിക്കാം. എന്താണെന്ന് വെച്ച് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഓയിൽ ഒഴിക്കുന്നതൊക്കെ അളവ് ഇച്ചിരി കുറഞ്ഞു പോയാൽ കുക്കറിനടിയിൽ കരിഞ്ഞ് കിടക്കും. അതുപോലെ കൂടുതൽ സമയം വെക്കല്, പൊട്ടൽ നിന്ന് അന്നേരമേ ഓഫ് ചെയ്യണം, അല്ലെങ്കിലും അങ്ങനെ ഉണ്ടാകും. പെട്ടെന്ന് തന്നെ തുറന്നെടുക്കുകയും ചെയ്യണം. ആവി വെള്ളം അതിൽ വീണാൽ തണുപ്പായി പോവും. അത് വെള്ളം നനഞ്ഞിച്ച് നമ്മളിത് ഫ്രൈ ആയിയല്ലേ കിട്ടുന്നത്. എന്തായാലും ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.